ഹൈമാവതി കൃഷി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പിന്നെ ഇന്നോട് പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ മുളക് നടുന്നതിനെ പറ്റിയിട്ട് പറയാം. നമ്മളിപ്പോൾ മുളക് പച്ചമുളക് നമ്മളും വീട്ടാവശ്യത്തിന് കുറച്ച് 2-3 മതിയല്ല, നമുക്ക് കുറച്ച് കൂടുതൽ നട്ടു കഴിഞ്ഞാൽ നമ്മൾ ഉണങ്ങിയ മുളക് നമ്മൾ വീട്ടാവശ്യത്തിന് വീടുന്ന ഈ ചുവന്ന ഉണങ്ങിയ മുളക് ഉണ്ടല്ലോ, പൊടി നമ്മൾ വീട്ടിൽ കറിക്ക് അരക്കാനും വറുത്തിടാനും എല്ലാം വീടുന്ന ആ ഉണങ്ങിയ മുളക് ഉണ്ടല്ലോ, ആ ഉണങ്ങിയ മുളക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില 10, 100 തൈ 500 തൈ എല്ലാ ആൾ നമ്മൾ ഇഷ്ടംപോലെ നടും. 1000 തൈയിലും നടും. 1000 തൈയിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പറിച്ചിട്ട് ഉണക്കി ചാക്കോട് ചാക്ക് പറിച്ച് കൊണ്ടിട്ട് ഉണക്കിയിട്ട് നമുക്ക് വിൽക്കാനുണ്ടാവും. പച്ച പറിച്ചിട്ട് കൊടുക്കാനുണ്ടാവും, ചാക്കോട് ചാക്ക് പച്ച പറിച്ചിട്ട് കൊടുക്കാനുണ്ടാവും, ഉണക്കി കൊടുക്കാനുണ്ടാവും. നമ്മളിപ്പോൾ ഒരു 500 പേരുടെ പറഞ്ഞ് തൈ നടന്നു വെച്ചാൽ ഒരു 500 പേരുടെ തൈ നടന്നു വെച്ചാൽ 500 തൈ പായി പൊടിപ്പിച്ചിട്ടാക്കിയിട്ടാവാം. നമ്മൾ ഈ കർക്കിടക മാസമാണ്, ഇതിപ്പം മിഥുന മാസമല്ലേ, കർക്കിടക മാസമാണ് നമുക്ക് മഴ പെയ്യുക, അല്ല കർക്കിടക മാസമാണ് നമുക്ക് ഈ മുളക് നടുക. അതിനെന്താ വെച്ചാൽ നിലം ഒരുക്കുക, നിലം കൊത്തി കളിച്ചിട്ടിട്ട് നല്ല ഒട്ടാകെ കളിച്ചിട്ട് ചുള്ളിയിട്ട് നമ്മൾ ഒരു കൊള്ളി വെച്ച് കണക്കായിട്ട് ഇങ്ങനത്തെ പോലത്തെ കൊള്ളി വെച്ച് കണക്കായിട്ട് അളന്ന് അതിന് നടുക്കേക്ക് ഒരു ചാല് വെച്ച് അതിന് കണക്കായിട്ട് അതേപോലെ വെച്ചിട്ടാണ് നമ്മൾ 2-3 കണ്ടം പോയിട്ട് നടുക. അത് നട്ട് കഴിഞ്ഞാൽ എന്താ പഠിച്ചാൽ നടുമ്പോൾ എന്തെല്ലാം ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ആണി വലിച്ചിട്ടിട്ട് ഒരു കുണ്ട് കൊത്തി കഴിഞ്ഞാൽ പിന്നെ ആണി വലിക്കണം, നല്ല പുല്ലെല്ലാം ചെത്തി കളഞ്ഞ് വൃത്തിയാക്കിയാൽ മതി. ഇനി ഇങ്ങനെ ഒരു കുണ്ട് കൊത്തി ഒരു കുണ്ട കൊത്തുക. ഒരു മുളക് നടുന്ന ഇത്ര നീളത്തിൽ ഒരു മുളക് നീളത്തിൽ ദൂരെ നടുക. നമ്മൾ നട്ട ഇത്ര നീളത്തിൽ നടണം. നമ്മൾ നട്ടാൽ അത്ര നീളത്തിൽ ഇങ്ങനെ വീതിയിൽ ഇങ്ങനെ പോയി മുളക് നട്ടുകൊണ്ട് അങ്ങനെ പോയാൽ പിന്നെ നീളത്തിൽ അങ്ങനെ നട്ട് ഒരുപോലെ നമ്മൾ കണ്ടം നിറച്ചൊന്ന് നട്ട് കഴിഞ്ഞിട്ട് വന്നാൽ വേണ്ടിച്ചാൽ ആ മുളകിന് നടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെണ്ണീർ, ചാരം, കുറച്ച് പൊടിവളം, ഇത് രണ്ടും കൂടി കൂട്ടി കുഴച്ചിട്ടാണ് നമ്മൾ നടുമ്പോൾ ഇട്ട് കൊടുക്കുക. മുളകിന് നടുമ്പോൾ തന്നെ അത് ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്ത് നടുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ ആ മുളക് വേഗം ക്ഷണം തിരി വരാനാണ് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ അതിൻ്റെ നടുക്ക് തന്നെ നമുക്ക് 2 സൈഡും വേണ്ടിയെങ്കിൽ ഓരോ കപ്പക്കൊള്ളി ഇട്ട് കൊടുക്കാൻ പറ്റും. 2 സൈഡും നമുക്ക് ഓരോ കപ്പക്കൊള്ളി ഇട്ട് കൊടുക്കാൻ കഴിയും. ആ കപ്പക്കൊള്ളി ഇട്ട് കൊടുക്കുമ്പോൾ വെച്ചാൽ കപ്പക്കൊള്ളിക്ക് നമുക്ക് പ്രത്യേകിച്ചൊരു പണിയില്ല, കപ്പ അതിനകത്ത് കിട്ടും. പിന്നെ വെച്ചാൽ അതിൻ്റെ നടുക്കല്ലെന്നാ വേണ്ടി വെച്ചാൽ നമ്മൾ വെണ്ടത്തൈ ഓരോ സൈഡിലും ഓരോ വെണ്ടത്തൈ വെച്ച് കൊടുക്കുക. ഈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഓരോ വെണ്ടത്തൈ നടുക്ക് വെച്ച് കൊടുക്കുക. നടുക്ക് വെണ്ടത്തൈ ഓരോന്ന് 2 സൈഡിൽ അങ്ങോളം വെച്ച് ഒരു 20 ആണിയാവുള്ള ഒരു 20 ആണിക്കാകുമ്പോൾ 20 ആണിയായി 20 വെണ്ടത്തൈ 2 കൂടം 2 വെണ്ടത്തൈ വെക്കുമ്പോൾ 40 വെണ്ടത്തൈ ഇഷ്ടം പോലെ ആയില്ല. അത് ആ വെണ്ടത്തൈ ഇട വെച്ച് കൊടുക്കുക. പിന്നെ അതിന് കഴിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഒരു വണ്ടത്തിൽ നമ്മൾ ഒരു 2-3 വണ്ടം പോലെ ആക്കി വെച്ചെന്ന് വെച്ചാൽ കുറച്ച് സ്ഥലത്ത് നമ്മൾ വെള്ളേരി ഈ മുളക് നട്ടത് ഇങ്ങനെ ആണി നട്ട് ദൂരെ നട്ട് കഴിക്കാൻ പറ്റിയ നടുക്കേ കൂടി കുറച്ച് കുറച്ച് വെള്ളേരി, കുറച്ച് കക്കിരി, കുറച്ച് താലോരി, ഇതെല്ലാം നട്ടിട്ട് ഇതിൻ്റെ മേലെ കൂടി ആണിയിലേക്ക് കൂടി ഒന്ന് പടത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും പണിയെടുക്കേണ്ട. ഇത് ഓരോരുത്തർക്ക് മണ്ണിട്ട് കൊടുക്കുക. ഒരു പഞ്ചിലും വെച്ച് പറിച്ചിട്ടാകുമ്പോൾ നമ്മൾ തോല് വെച്ച് കൊടുത്ത് ഈ മുളകിന് പച്ചത്തോല് പറിച്ച് കൊണ്ട് വെച്ച് കൊടുത്ത് കുറച്ച് ഇംഗ്ലീഷ് വെള്ളവും വാങ്ങിക്കൊണ്ട് ഇട്ട് കൊടുത്ത് പറമ്പത്താകുമ്പോൾ കുറച്ച് ഇംഗ്ലീഷ് വെള്ളം വാങ്ങിയിട്ട് കൊടുത്ത് കുറച്ച് പച്ചത്തോലും വെച്ച് കൊടുത്ത് പിന്നെ നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുക. ഒരു പ്രാവശ്യം മണ്ണിടും, ഒരു പ്രാവശ്യം മണ്ണ് കുറേശ്ശെ മണ്ണ് വരിയിടുക. അതിന് ശേഷം 2 പ്രാവശ്യം മണ്ണിട്ടാൽ മാത്രമേ അത്, ഇല്ലെങ്കിൽ ഈ ലാവർഷത്തെ മഴക്ക് ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അതെന്നുണ്ടോ വെച്ചാൽ അതിൻ്റെ മേലെ പൊരിഞ്ഞ് പൊട്ടി പോകും. അതിന് വേണ്ടിയാണ് 2ാമത്തെ മഴ ചിങ്ങമാസം കഴിഞ്ഞിട്ടാകുമ്പോൾ രണ്ടാമത്തെ ഒരു മണ്ണിട്ട് കൊടുക്കലും കൂടി ഉണ്ട്. അതിൻ്റെ മണ്ടക്ക് ഇതേപോലെ തന്നെ വളവും വെച്ച് കുറച്ച് തോലും വെച്ച് ആദ്യം ഒരു മണ്ണിട്ട് കൊടുക്കൽ വിട്ടു കഴിഞ്ഞാൽ ഈ മഴയും കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അവർക്ക് ഇഷ്ടംപോലെ പറിക്കാനുണ്ട്. പിന്നെ ഈ മുളക് ചിങ്ങമാസം ആകുമ്പോൾ മുളക് വെക്കാൻ തുടങ്ങി. അത് പറിച്ച് നമ്മൾ വെയിൽ കൊണ്ടിട്ട് ഉണക്കിയെടുത്തു. ചിങ്ങമാസം ആകുമ്പോൾ വെയിൽ വരാൻ തുടങ്ങുമല്ലോ. അന്നേരം ഇങ്ങനെ വെയിൽ പറിച്ച് നമ്മൾ ഉണക്കിയെടുത്ത് നമുക്ക് വിൽക്കാനും കഴിയും. നമ്മൾ അരക്കേണ്ട ആവശ്യം തേച്ചും കഴിഞ്ഞ് വിൽക്കേണ്ടത് നമുക്ക് കിട്ടും. അതിൽ പച്ചമുളക് പറിച്ചിട്ട് ആ പച്ചമുളക് ചാക്കൂടിയാക്കി പറിച്ചിട്ട് പച്ചമുളക് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറിച്ച് ഉണക്കേണ്ട പണിയില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈ മുളകിൽ നിന്ന് തന്നെ നല്ല ആദായം കിട്ടും. മുളകിൻ്റെ അകത്ത് തന്നെ നല്ല ആദായം കിട്ടും. അങ്ങനെ പ്രത്യേക തരത്തിൽ ഇങ്ങനെ കുറച്ച് മുളക് മാത്രം നട്ടിട്ട് നമ്മൾ അതിൻ്റെ മേലെ നിന്ന് നമ്മൾ നല്ലോണം പണിയെടുത്തിട്ട് ആക്കിക്കഴിഞ്ഞാൽ ഈ മുളകിൽ തന്നെ നമുക്ക് വിൽപ്പനക്കുള്ള ആദായം പോലും കിട്ടും. അത്രയും നല്ലൊരു ആദായമായിട്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ പറ്റും. കുറച്ച് ഒപ്പം നട്ടിട്ട് കുറേ കാലം മുളക് പറിച്ചിട്ട് നമുക്ക് കൊടുക്കാനുള്ള നമ്മൾ ചിലവിലായിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടും. നല്ലൊരു ആദായം കിട്ടുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അതിൻ്റെ നടുക്ക് മുളക് മാത്രമല്ല കക്കിരി, വെള്ളരിക്കൽ ഇതിൻ്റെ നടുക്ക് നട്ട് കഴിഞ്ഞാൽ ഈ ഓരോ പണിയെടുക്കുന്നതിന് അതിനായിട്ടൊരു പണിയെടുക്കണ്ട. അതങ്ങ് നട്ട് കഴിഞ്ഞാൽ ഈ മുളക്
താഴെ ആണിയിലേക്ക് കൂടി അങ്ങ് പടത്തും. മുളകല്ല, മുളക് മേലെ മാത്രം. ബാക്കിയുള്ള വള്ളി വരുന്നതിൽ ഈ ആണിയിലേക്ക് കൂടി അങ്ങ് പടത്തിക്കഴിഞ്ഞാൽ ഈ മേലോട്ടൊരു ശല്യമില്ല, ഈ മുളകിനൊരു ശല്യമില്ല. മുളകിന് മാത്രം മറ്റേവർക്കും ഇതിൻ്റെ അടിയിൽ കൂടി പോകുന്നതിന് ഒരു ശല്യമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ഇങ്ങനെ നട്ടിട്ടാകുമ്പോൾ ഇങ്ങനെ നട്ട് നടുക്കേക്ക് ഇങ്ങനെ ഓരോ നട്ടിട്ടാകും ഇനി നട്ടിട്ടങ്ങ് പടത്തി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ അനുഭവങ്ങളും കിട്ടും. ഈ മുളക് നടുന്നതിൻ്റെ ഒന്നിച്ച് ബാക്കി എല്ലാ അനുഭവങ്ങളും കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ശർക്കര കിഴങ്ങ് വേണ്ടിയിട്ട് നമുക്ക് നട്ടിട്ട് കൊടുക്കാം. ശർക്കര കിഴങ്ങ് ആണി വലിച്ച് പറമ്പത്ത് നട്ട് കൊടുത്ത് 2 പ്രാവശ്യം മണ്ണിട്ട് കൊടുത്താൽ 1 പ്രാവശ്യം മണ്ണ് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് നല്ല ഇഷ്ടംപോലെ കിളച്ച് വിൽക്കാൻ മാത്രം നമുക്ക് കിട്ടും. നല്ല കിഴങ്ങായിട്ട് വരുമെങ്കിൽ നല്ല വണ്ണവും ഉണ്ടാവും, നല്ല ഉഷാറാവുകയും ചെയ്യും. മരക്കേങ്ങ് വേണ്ടിയിട്ട് മരക്കേങ്ങ് ആയാലും നമുക്കിപ്പോൾ ഈ വർഷകാലം നട്ട് കൊടുത്താൽ ഇപ്പം നട്ട് കൊടുത്തു കഴിഞ്ഞാൽ വർഷകാലം നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കിഴങ്ങായിട്ട് എടുക്കും. മഴ നിൽക്കലോടുകൂടി നമുക്ക് പൊരിച്ചിങ് എടുക്കുകയും ചെയ്യാം. മഴ നിൽക്കലോടുകൂടി തന്നെ നമുക്ക് പൊരിച്ചിട്ട് നമുക്ക് കഴിക്കാൻ എടുക്കുകയും ചെയ്യാം. മുറിച്ച് കൊടുക്കണ്ടെങ്കിൽ മഴ നിന്ന് കഴിഞ്ഞാൽ പൊരിച്ച് എടുക്കാറ്. മഴ നിന്നിട്ടാകുമ്പോൾ നല്ലോണം വണ്ണം വെച്ച് ഇതേപോലെ ചെത്തിക്കൂട്ടി മണ്ണെല്ലാം കൊടുത്ത് ആക്കി അവർ അവിടെ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മരച്ചിയും കപ്പ അതും കിട്ടും. ചക്കരക്കിഴങ്ങ് എല്ലാം ഇപ്പം നട്ട സമയമാണ്, നല്ല സമയമാണ്. ചക്കരക്കിഴങ്ങ് ഇപ്പം നട്ട് കൊടുക്കാം, മുളക് നട്ട് കൊടുക്കാം, ഇഷ്ടംപോലെ. അതേപോലെ തന്നെ പുള്ളിക്കിഴങ്ങ് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അനുഭവം നമുക്കിപ്പോൾ എടുക്കാൻ കഴിയും. നമ്മളതിനായിട്ടൊന്നും ചെയ്യേണ്ട, വെള്ളം അടിക്കേണ്ട ഒന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത് എനിക്കത് പറയാനുള്ള. ഇങ്ങനെ എല്ലാ ഇതും അനുഭവങ്ങളും നമ്മൾ ഉണ്ടാക്കി നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ ഒരു പറമ്പും വെറുതെ വേസ്റ്റാക്കിയിടേണ്ട. നമുക്ക് എല്ലാ സാധനവും അതിൽ നിന്ന് കിട്ടുമെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട. എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി നല്ല നല്ല ഭക്ഷണങ്ങളും കഴിക്കാം, എല്ലാ കാര്യങ്ങളും കഴിക്കാം. അത് കഴിച്ച് നമുക്ക് ആരോഗ്യത്തിന് കേടില്ലാതെ നമുക്ക് ആക്കാൻ പറ്റും. അത്രേ പറയാനുള്ളൂ. ഇന്ന് ഞാൻ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം കേട്ടോ.